Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 28, 1J, 1K ആൻഡ് 28-2 ഇവയാണ് പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് സെക്ഷൻ 28 1J റിലേറ്റഡ് ടു? ആൻസർ: കാഷ്വൽ വേക്കൻസി ഇൻ കമ്മിറ്റി. സെക്ഷൻ 28 1J എന്തിനെക്കുറിച്ച് പറയുന്നു? എന്തിനെക്കുറിച്ചാണ്? കാഷ്വൽ വേക്കൻസി ഇൻ കമ്മിറ്റി. കമ്മിറ്റിയിൽ വരുന്ന മുൻ വിചാരിക്കാത്ത കാരണങ്ങളാൽ വരുന്ന ഒഴിവിനെക്കുറിച്ചാണ് സെക്ഷൻ 28 1Jയിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ ഈസ് എ കാഷ്വൽ വേക്കൻസി ഫിൽഡ് അണ്ടർ സെക്ഷൻ 28 1J? ആൻസർ: ബൈ നോമിനേഷൻ ബൈ ദ കമ്മിറ്റി. ഇങ്ങനെ വരുന്ന കാഷ്വൽ വേക്കൻസി എങ്ങനെ ഫില്ല് ചെയ്യണമെന്നാണ് സെക്ഷൻ 28 1Jയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ബൈ നോമിനേഷൻ ബൈ ദ കമ്മിറ്റി. കമ്മിറ്റി തന്നെ നോമിനേറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാമെന്നുള്ളതാണ് 28 1Jയിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വെൻ ക്യാൻ ദ വേക്കൻസി ബി ഫിൽഡ് ബൈ നോമിനേഷൻ? ആൻസർ: if the term of office of the board is less than half of its original term. കമ്മിറ്റിയുടെ നാമനിർദ്ദേശപ്രകാരം വേക്കൻസി ഫില്ല് ചെയ്യുന്നത് എപ്പോഴാണ്? if the term of office of the board is less than half of its original term. ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ ഒറിജിനൽ കാലയളവ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അതിൻ്റെ പകുതിയിൽ താഴെ കാലയളവ് മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ ആ സമയത്ത് കമ്മിറ്റിക്ക് നോമിനേറ്റ് ചെയ്യാം. അതേ സെയിം ക്ലാസ്സിൽപ്പെട്ട ആളുടെ വേക്കൻസി വന്നാൽ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് യൂണിയൻ ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 28 1K? ആൻസർ: റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. സെക്ഷൻ 28 1Kയിൽ ഏത് യൂണിയനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? അതേതാണ്? റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഡസ് സെക്ഷൻ 28 സബ്സെക്ഷൻ 2 ഡീൽ വിത്ത്? ആൻസർ: ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്. കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 28 സബ്സെക്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 6. When is a person disqualified under section 28 subsection 2 for being a member of a committee? Answer: if he is a member of more than one same type a society's committee or of committees of more than 2 different type societies. സെക്ഷൻ 28(2) പ്രകാരം ഒരു കമ്മിറ്റി മെമ്പർ ഡിസ്ക്വാളിഫൈ ആകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരേപോലെയുള്ള സൊസൈറ്റികളുടെ കമ്മിറ്റിയിൽ ഒന്നിൽ കൂടുതൽ കമ്മിറ്റികളിൽ അംഗമായിരിക്കുന്ന അവസ്ഥ, വ്യത്യസ്ത തരത്തിലുള്ള സൊസൈറ്റികളുടെ 2ൽ കൂടുതൽ കമ്മിറ്റികളിൽ അംഗമായിരിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനുള്ള കാരണങ്ങളാണ്. നെക്സ്റ്റ് സെക്ഷൻ 28 സബ്സെക്ഷൻ 2A പഠിക്കാം. Notwithstanding anything to the contrary contained in the Act, rules or in the bylaws of a credit society, no member of the committee of a society shall be eligible for election to the committee for more than 3 consecutive terms, irrespective of whether the term is in full or in part. സെക്ഷൻ 28 2A പറയുന്നത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പർ 3 പ്രാവശ്യത്തിൽ കൂടുതൽ, അടുപ്പിച്ചുള്ള 3 പ്രാവശ്യത്തിൽ കൂടുതൽ കമ്മിറ്റി മെമ്പർ ആവാനുള്ള ഇലക്ഷന് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഫുൾ ടൈം ആണെങ്കിലും പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും, അതായത് മുഴുവൻ കാലയളവും 5 വർഷം എന്നുള്ളത് ഫുൾ വേണമെന്നില്ല. അല്ലെങ്കിൽ പോലും ഒരു 3 ടൈം മത്സരിച്ച് കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മത്സരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അത് ന്യൂ അപ്ഡേഷനിൽ അമെൻഡ്മെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്.
ഇനി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, the Kerala State Cooperative Agricultural and Rural Development Bank Limited, Primary Cooperative Agricultural and Rural Development Bank, Urban Cooperative Societies, Agricultural Improvement Cooperative Societies, Employees Credit Societies, Rural Cooperative Societies, Primary Housing Cooperative Societies, and Kerala State Housing Federation. Section 28, subsection 3. Nothing contained in clause A of subsection 2 shall be deemed to disqualify a member of the committee of a society for appointment as or for being a member of the committee of the apex or central society of the same type, provided that no member of a committee shall be the president or chairman of more than one society of the same type or more than two societies of different type. സെക്ഷൻ 28(3) പറയുന്നു, സബ്സെക്ഷൻ 2 ക്ലോസ് എയിൽ അടങ്ങിയിരിക്കുന്ന ഒന്നും ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലെ അംഗത്തെ അതേ തരത്തിലുള്ള അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ അംഗമായി നിയമിക്കുന്നതിനോ അല്ലെങ്കിൽ അതിലെ അംഗമായിരിക്കുന്നതിനോ അയോഗ്യനാക്കുന്നതായി കണക്കാക്കില്ല. എന്നാൽ ഒരു കമ്മിറ്റിയിലെ അംഗവും ഒരേ തരത്തിലുള്ള ഒന്നിലധികം സൊസൈറ്റികളുടെയോ വ്യത്യസ്ത തരത്തിലുള്ള രണ്ടിൽ കൂടുതൽ സൊസൈറ്റികളുടെയോ പ്രസിഡൻറ്റോ ചെയർമാനോ ആകാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 28, സബ്സെക്ഷൻ 4. The members of a committee may be paid honorarium at such rate as may be prescribed. കമ്മിറ്റി മെമ്പേഴ്സിന് ലഭിക്കുന്ന ഓണറേറിയത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 28, സബ്സെക്ഷൻ 4. അതായത് ഒരു ചെറിയ തുക അവരുടെ പ്രവർത്തനത്തിന് പ്രതിഫലമായിട്ട്, ശമ്പളം എന്ന് പറയാൻ പാടില്ല, അതിന് ഒരു തുക കൊടുക്കുന്നതിനാണ് ഓണറേറിയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, സെക്ഷൻ 28, സബ്സെക്ഷൻ 5. The quorum for a meeting of a committee shall be such number of members just above 50% of the total number of members of that committee. കമ്മിറ്റിയുടെ കോറത്തിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 28(5). കോറം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ വരുന്ന അംഗങ്ങളുടെ എത്ര പേര് വന്നാലാണ് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ ജസ്റ്റ് അബവ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. ടോട്ടൽ മുഴുവൻ അംഗത്തിൻ്റെയും 50% കൂടുതൽ വരുന്ന അംഗങ്ങൾ വന്നാൽ മാത്രമേ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. സെക്ഷൻ 28(2)(a) അപ്ലൈസ് ടു ക്രെഡിറ്റ് സൊസൈറ്റീസ്. നോ മെമ്പർ ക്യാൻ ബി ഇലക്റ്റഡ് ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേംസ്. അപ്ലൈസ് ഈവൻ ഇഫ് എ ടേം ഈസ് സെർവ്ഡ് ഇൻ പാർട്ട്. Section 28, subsection 3. No one can be president or chairman of more than one same type society or more than 2 different type societies. Next, section 28, subsection 4. Committee members may be paid honorarium. Section 28, subsection 5. Quorum for committee meeting is just above 50% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. അടുത്തത് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. In 2007, Dash led from the front
an agitation of landless people to retain the estate land belonging to the Harrison's Malayalam Limited. Answer Laha Gopalan. Next question. Meaning of deliquescence. Answer the process where a substance absorbs moisture from the air and dissolves in it, eventually forming a solution. അതായത് അലിഞ്ഞു ചേരുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാവ്യ ഈസ് എൽഡർ ദാൻ വീണ, അനു ഈസ് യങ്ങർ ദാൻ മിട്ടു ആൻഡ് വീണ ഈസ് എൽഡർ ദാൻ മിട്ടു. ഹൂ ഈസ് എൽഡസ്റ്റ്? ആൻസർ കാവ്യ. എങ്ങനെയത് കിട്ടുക? കാവ്യ ഈസ് എൽഡർ ദാൻ വീണ എന്ന് പറഞ്ഞാൽ കാവ്യയാണ് മൂത്തയാൾ വീണയേക്കാളും. ഇനി അടുത്തതോ അനു ഈസ് യങ്ങർ ദാൻ മിട്ടു എന്ന് വെച്ചാൽ അനു ചെറുതാണ് മിട്ടുവിനേക്കാളും, അപ്പം മിട്ടുവാണ് വലുത്. എന്നാൽ അടുത്തതിൽ പറയുന്നത് വീണ ഈസ് എൽഡർ ദാൻ മിട്ടു. ഇവിടെ വീണയാണ് വലുത് മിട്ടുവിനേക്കാൾ. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞു വീണ കാവ്യനേക്കാളും ചെറുതാണ്, അതായത് കാവ്യയാണ് വലുത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതായി വരുന്ന ആൾ ആരാണ്? കാവ്യയാണ്. അപ്പോൾ ആൻസർ കാവ്യ. നൗ യുവർ ടൈം ടു ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. Kakki Dam is situated in Dash district. Next, meaning of delineate. Next question. If P is equal to 6, J is equal to 4, L is equal to 8 and M is equal to 24, then M divided by L into J plus B is equal to dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.